തൃശ്ശൂരുകാർക്ക് ഇന്ന് പുല്ലിക്കളി ആവേശമാണെങ്കിൽ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ആവേശത്തിലാണ് പത്തനംതിട്ടക്കാർ. ഉച്ചയോടെ ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെയാണ് വള്ളംകളിക്ക് തുടക്കമാകുക. എ, ബി വിഭാഗങ്ങളിലായി 50 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സര വള്ളംകളിക്ക് മാറ്റുരയ്ക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. അണിയം മുതൽ അമരം വരെ ഇരിക്കുന്നവരുടെ തരംതിരിക്കൽ ഇതെല്ലാം പൂർത്തിയായി. അതേപോലെ എപ്പോഴായിരിക്കും ജലമേള ആരംഭിക്കുക? കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയാറ്റിന് സമീപം ആറന്മുളയിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ സൂര്യൻ ഉദിച്ച് ഉയരുന്ന ആ സൂര്യരശ്മികൾ പമ്പയാറ്റിൽ തട്ടി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാണാൻ കഴിയുന്നത്. ചില പള്ളിയോടങ്ങൾ ഇടശ്ശേരിമല കിഴക്ക് അടക്കമുള്ള ചില പള്ളിയോടങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആ ഘോഷയാത്ര ആരംഭിക്കും. അതിനു മുൻപ് മറ്റൊരു ചടങ്ങുണ്ട്. ജില്ലാ കളക്ടർ ഈ ഒരു പതാക ഇവിടെ ഉയർത്തുന്നൊരു ചടങ്ങുണ്ട്. എന്തായാലും 8ഓളം മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി കെ മുഹമ്മദ് റിയാസ് അടക്കം 8ഓളം മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഘോഷയാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ വള്ളംകളിക്ക് മാറ്റുകൂട്ടാനായി മന്ത്രിമാരും എത്തുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം 2 കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മുഖ്യാതിഥിയായി പുറമെ നിന്ന് പങ്കെടുക്കുന്ന ഒരു കേന്ദ്രമന്ത്രി. എന്തായാലും വലിയ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സാധാരണയിൽ നിന്ന് വിഭിന്നമായി കൃത്യമായ രീതിയിലുള്ള ഒരു പരിശീലനം എല്ലാ മേഖലയിലും കരക്കാർ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ മേഖലയും ഇടശ്ശേരിമല ആയിക്കോട്ടെ, മല്ലപ്പുഴശ്ശേരി ആയിക്കോട്ടെ, എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പമ്പയാറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. രാവിലെ പുലർച്ചെ തുടങ്ങുന്ന പരിശീലനം ഉച്ചയോടുകൂടി അവസാനിപ്പിച്ച് അതിനുശേഷം വീണ്ടും ഉച്ചയ്ക്ക് ശേഷം പരിശീലനം എന്ന തരത്തിലേക്കൊക്കെ വിവിധ പള്ളിയോടക്കാരക്കാർ മാറുന്നൊരു സാഹചര്യം അത് ഇതിനു മുൻപ് കാണാത്തൊരു സാഹചര്യമായിരുന്നു. എന്തായാലും 49ഓളം വരുന്ന പള്ളിയോടങ്ങളാണ് ഈ ജലോത്സവത്തിൽ അല്ലെങ്കിൽ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ഇത് കൂടാതെ ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങൾ, 52 കരകളാണ് ആറന്മുളയപ്പനുള്ളത്. ഈ 52 കരകളും ജലഘോഷയാത്രയിൽ മുത്തുക്കുടകളും വഞ്ചിപ്പാട്ടുമായി എത്തിച്ചേരും. ഇപ്പോൾ തന്നെ വലിയ ഉച്ചത്തിൽ വഞ്ചിപ്പാട്ട് ഇവിടെ ഉയർത്തിക്കഴിഞ്ഞു. ഇടശ്ശേരിമലയുടെ അവരുടെ ഒരു മേഖല തന്നെയാണത്. ഇടശ്ശേരിമല നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് ഈ സത്രക്കടവ് നിൽക്കുന്നത്. അവരുടെ പള്ളിയോടമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടവും ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ ആളുകൾ എത്തിച്ചേരും. അതിനൊരു 1 മണി 1:30 മണിയോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് 1:30 മണിക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ജലഘോഷയാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പിന്നെ വള്ളംകളിയാണ്. അത് ആവേശത്തോടു കൂടിയുള്ള വള്ളംകളിയാണ്. അത് തീരാൻ ഒരു പക്ഷേ രാത്രി എടുക്കും. എന്തായാലും ഈ എ, ബി ബാച്ചുകളിലായി 49, നേരത്തെ 50 എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ചെറിയൊരു പിശകുണ്ട്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് 49 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. എന്തായാലും കരക്കാർ ആവേശത്തിലാണ്. ആറന്മുളയപ്പൻ്റെ തിരുവോണാഘോഷങ്ങൾക്ക് ഏതാണ്ട് സമാപനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഉത്രട്ടാതി ജലമേള വള്ളംകളി ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആറന്മുളയിൽ പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്റ്റീന. ശരി, 49 പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ.